നമസ്തേ. ഈ കാണുന്നത് നമ്മുടെ നേമത്ത് കൊങ്കിലിയോട്ട് പഞ്ചിയമ്മ ദേവീക്ഷേത്രമാണ്. അവിടെ ഈ അലങ്കരിച്ചേക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ നേരത്തെ ഒരിക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യം ഒരിക്കൽ ഇട്ടെന്ന് നേരത്തെ പുനഃപ്രതിഷ്ഠയ്ക്കൊക്കെ മുമ്പായിട്ടാണ് ഇട്ടുന്നത്. ഇപ്പോൾ പുനഃപ്രതിഷ്ഠയുടെ വീഡിയോ കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇവിടെ പന്തലൊക്കെ കാണാമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനെങ്കിലും പ്രത്യേകതയായിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഇത് ഇടുന്നു പറഞ്ഞാൽ വെള്ളായണി ദേവി 3 വർഷത്തിലൊരിക്കൽ പുറത്തെഴുന്നള്ളി പതിവുണ്ട്. അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ പറയാം. അവിടെ കേട്ടതും കണ്ടതായിട്ടുള്ള അറിഞ്ഞായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിത് മാർച്ച് 31 തീയതി ചൊവ്വാഴ്ച രാത്രിയെന്ന് പറയുമ്പം ഏതാണ്ട് ബുധനാഴ്ച വെളുപ്പാങ്കാലത്ത് 3 മണി 4 മണിയൊക്കെ ആവും ഇങ്ങനെ വരുമ്പോൾ. അന്ന് ഈ കൊങ്കിലിയോട്ട് ദേവീക്ഷേത്രത്തിൽ എഴുന്നള്ളി വരുന്നുണ്ട്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തത്. നമുക്ക് ആദ്യം ഈ അമ്പലത്തിനകം ഞാൻ നേരത്തെ ഇട്ടതാണെങ്കിലും അവിടുത്തെ ആ ഒരു അലങ്കാരമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. വെള്ളായണി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുടെ അമ്പലമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ വരെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ ആഴ്ച 3 ദിവസം അമ്പലം തുറന്ന് വലിയ പൂജകളൊക്കെ ഉള്ളതാണ്. ഉച്ചയ്ക്കാണുള്ളതെന്ന് പറയുന്നത്. തിങ്കളല്ല, ചൊവ്വ, വെള്ളി, ഞായർ 3 ദിവസങ്ങളിൽ. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ആ സമയത്ത് അവിടെ പോകാൻ ഉള്ള ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറയാം. ഇപ്പം തൽക്കാലം ഞാൻ ഇവിടുത്തെ ആ ദേവിയുടെ എഴുന്നള്ളത്തും അതുമായിട്ട് അനുബന്ധപ്പെട്ട ചില ചെറിയ ചടങ്ങുകളും നിങ്ങളെ ഷെയർ ചെയ്യുകയാണ്. ഈ വീഡിയോയുടെ അവസാനം അവിടെ ഒരു പ്രായമായ അമ്മ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ആ അമ്മ പറഞ്ഞ ഭാഗം കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മിസ്സാക്കാതെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഞാനിവിടെ നിൽക്കുന്നതിന് വെള്ളായണി ക്ഷേത്രത്തെക്കുറിച്ച് ആണ് ഞാൻ പറയുന്നത്. വെള്ളായണി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും കൂടുതൽ ദിവസങ്ങളിൽ ഉത്സവമുള്ള ക്ഷേത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. 69 ദിവസത്തെ ഉത്സവം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ക്ഷേത്രം എന്നൊരു ഒരു ഇതില്ല. അവിടെ മുടിപ്പരയാണുള്ളത്. മുടിയാണ് അവിടുത്തെ തങ്ക തിരുമുടിയാണ് അവിടുത്തേത്. അതാണ് ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് വെക്കുന്നത്. അത് വരുമ്പോഴവിടുത്തെ ഒരു നേർച്ച കൊടുക്കുന്ന പടറ്റിക്കായാണ് അവിടുത്തെ കൂടുതലും വലിയ നേർച്ചയായിട്ട് വരുന്നത്. അത് നമ്മളെ പടറ്റി മാത്രമല്ല, ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ചുള്ള കൊലകൾ. പ്രധാനം പടറ്റിക്കായാണെന്ന് പറയപ്പെടുന്നത്. അതിന് ബാക്കി കൊണ്ടുവന്ന കൊലകളല്ല ഈ പന്തലിൻ്റെ മുടി കൊണ്ട് വെക്കാനുള്ള പന്തലിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ട് വെക്കും. ഓരോരുത്തരും നേർച്ച കൊടുക്കുന്ന കൊലകളാണിത്. പിന്നെ ആ പന്തലെല്ലാം രണ്ട് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് റെഡിയാക്കിയാണ് വെക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളായണി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ള അവിടെ പൂജാരിമാരെന്ന് പറയുന്നത് ബ്രാഹ്മണരല്ല. അവിടുത്തെ പൂജാരിമാരെന്ന് പറയുന്നത് വിശ്വകർമ്മ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് അവിടുത്തെ പൂജാരിമാർ. അതിൽ മുടി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് അതിനെ വാഴ്ത്തി എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല. വാഴ്ത്തി എന്നാണ് പറയുന്നതെന്നാണ് അറിവ്. ഞാനിതൊക്കെ പലയിടത്തും നോക്കിയും അറിഞ്ഞും പഠിച്ചാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. പറയുമ്പം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ. അതിന് ഞാൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. ആ മുടി വരുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് അവിടുന്ന് ആൾക്കാർ വന്നിട്ട് അതിന് വേണ്ടുന്ന എല്ലാം ഒരുക്കങ്ങളെല്ലാം നടത്തി അതിന് വിളക്കൊക്കെ കൊളുത്തിയിട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് ആർക്കും അതിനകത്തേക്ക് കയറാനോ അതുവരെ അതിനകത്ത് കയറി അലങ്കരിക്കുകയും മറ്റു സാധനങ്ങൾക്ക് ഒരുക്കി വെക്കാം. പക്ഷേ ഇത് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് ആൾക്കാരൊന്ന് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഭക്തജനങ്ങൾ ആ പന്തലിനകത്തേക്ക് കയറത്തില്ല. പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും ഇലക്ട്രിസിറ്റി ഓഫീസിലും അവരുടെ ഓഫീസുകളിലും തിരുമുടി എഴുന്നള്ളിച്ച് നിറവറ നൽകുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നത്. അവിടെ ദേവി ഈ ക്ഷേത്രങ്ങളിലൊക്കെ തിരുമുടിയുടെ കൂടെ തന്നെ പോലീസ് അകമ്പടിയും കൂടെ കാണും. അതിന് വാളും ശൂലവും ഒക്കെ ആയിട്ടാണ് ദേവി പോകുന്നത്. ഇവിടുത്തെ 69 ദിവസത്തെ ഉത്സവത്തിനുള്ള സമയത്ത് മാത്രം ദേവി പുറംകളത്തിലാണ് എഴുന്നള്ളിയിരിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിനുള്ളിലല്ല.
പുറംകളത്തിലാണ് എഴുന്നള്ളിയിരിക്കുന്നത്. പിന്നെ ഈ ദിഗ്ബലി എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലേക്കും 3 ദിക്കിലേക്കും, ഒരു സൈഡ് കായലാണ് പറയപ്പെടുന്നത്, ബാക്കി 3 ദിക്കിലും ദേവി പോകുന്നത് ദാരികനെ അന്വേഷിച്ചാണ് പോകുന്നത്. ദാരിക നിഗ്രഹത്തിന് അതിന് ശേഷമാണ് പിന്നെ ദേവി അകത്ത് കയറുന്നത്. അശ്വതിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. പ്രധാനപ്പെട്ടതല്ല, അശ്വതി ഉത്സവം തന്നെ പൊങ്കാലയൊക്കെ ഉണ്ട്. അന്ന് ദേവി ഒരു ദിവസം മാത്രം ക്ഷേത്രത്തിന് വെളിയിലിറങ്ങും. പക്ഷേ ആ വെളിയിലിറങ്ങുന്ന എല്ലാ വർഷവും ആ വെളിയിലിറങ്ങുന്ന ദിവസം ദൂരോട്ടെങ്ങും പോകത്തില്ല, ക്ഷേത്രത്തിന് ചുറ്റും മാത്രം കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ചേച്ച് പോവുക, അകത്ത് കയറുകയാണ് പതിവ്. ഇത് ഉത്സവത്തിന് ഇറങ്ങുന്ന ദിവസം 9ാമത്തെ ദിവസം ദാരിക നിഗ്രഹവും കഴിഞ്ഞിട്ട്, അത് ആകാശത്ത് വെച്ചാണ് ദാരിക നിഗ്രഹം നടത്തുന്നതാണ് അവിടെ കേട്ടത്. ദാരിക നിഗ്രഹം കഴിഞ്ഞിട്ട് 10ൻ്റെ അന്ന് ആറാട്ട് കഴിഞ്ഞിട്ട് ദേവി അകത്ത് കയറും. പിന്നെ വീണ്ടും ഈ 3 വർഷം കഴിഞ്ഞിട്ടേ വെളിയിൽ ഇറങ്ങുകയുള്ളൂ. അതുവരെ ദേവി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. അതാണ് അവിടുത്തെ ഒരു ഐതിഹ്യം. വെള്ളായണി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമ്മളീ കാണുന്നത് വേറൊരു കളമാണ്. ഇതുപോലെ ദേവിയുടെ മുടി കൊണ്ടുവെക്കുന്ന വേറൊരു ദേശകളമാണ് നമ്മളീ കാണുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും വീടുകളിലും ചില കളമൊരുക്കി ദേവിയെ അവിടെ കൊണ്ട് വെക്കാറുണ്ട്. എല്ലായിടത്തും അങ്ങനെ ഉണ്ടാക്കത്തില്ല. അതിൽ ചില സ്ഥലങ്ങളിൽ ശിവപൂജ പ്രത്യേകമുണ്ട്. ശിവലിംഗ പൂജ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകമുണ്ട്. അതിലൊരെണ്ണം ശിവലിംഗ പൂജ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കൊങ്കിലോട്ട് ദേവി ക്ഷേത്രം. ഈ വെള്ളായണി ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. എനിക്കെല്ലാം ഒന്നും പറയാൻ അറിയത്തില്ല. ഇനി എപ്പോഴെങ്കിലും അവിടെ പോകാൻ ഭാഗ്യം കിട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് അവിടെയുള്ളവർ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ അവിടുത്തെ ഒരു അമ്മ തന്നെ പറയുന്ന ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ആ അമ്മ പറയുന്ന ഭാഗങ്ങൾ കുറച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്കിനിയും ആ അമ്മ പറയുന്നത് ബാക്കി ചടങ്ങുകളെല്ലാം കണ്ടതിന് ശേഷം ആ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ മുടി എഴുന്നള്ളത്ത്. താലപ്പൊലിയൊക്കെ ആയിട്ട് കൊങ്കിലോട്ട് ദേവീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മുടി എഴുന്നള്ളത്തിനുള്ള വരവാണത്. ആദ്യം നോക്കുമ്പം കാണാം മുടിയും അതിൻ്റെ വാളും ശൂലവും മുടിയും അതിൻ്റെ കൂടെ പോലീസും ഒക്കെ ആയിട്ട് വരുന്ന കാണാം ഇതിനകത്തിൽ. ശിവലിംഗം ഒരു സ്ത്രീ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊട്ടും മേളമൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ ഈ കൊട്ടും മേളം കാണിക്കാത്തത് അപ്പുറത്ത് ഈ സമയത്ത് തന്നെ അപ്പുറത്ത് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ പാട്ടുമൊക്കെ ഉണ്ട്. ആ പാട്ടിനൊക്കെ മിക്കവാറും കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ കൊട്ടും മേളം, ഇതുവരെയുള്ള കൊട്ടും മേളമൊന്നും ഞാൻ കേൾപ്പിക്കാത്തത്. ഇനി ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷമുള്ള കൊട്ടും മേളവും നമുക്കവിടെ കേൾക്കാതെ. അതിനകത്ത് ആ സ്ത്രീ കൊണ്ട് അതാണ് ശിവലിംഗം. അവിടുത്തെ നമ്മൾ തീവെട്ടി എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല. തീവെട്ടി എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ കാണുന്ന തീവെട്ടി അല്ല അത് കാണാനൊരു പ്രത്യേകത. അത് അതിനകത്ത് കാണിക്കാതെ. ഇനി ഇവിടെ നമ്മൾ ബാക്കി ചടങ്ങുകൾ കാണാം. ബാക്കി അതിൻ്റെ അവസാനത്തെ ആ ശിവന്മാരുടെ കേട്ടിൽ നിന്ന് പല കാര്യം മനസ്സിലാക്കും. ഇവിടെ കാണുന്നതാണ് ശിവലിംഗ പൂജ. ശിവലിംഗം കൊണ്ടുവന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെ അഭിഷേകമൊക്കെ നടത്തി അതിനെല്ലാം റെഡിയാക്കി കൊണ്ട് ഇപ്പോഴത്തെ ഒരു ഗണപതിക്ക് വിളക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഗണപതിക്ക് വിളക്ക് വെച്ചിട്ടുണ്ട്. ഈ ശിവലിംഗം കൊണ്ടുവന്ന് പൂജ നടത്തുന്ന പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഇറക്കി പൂജയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ശിവലിംഗത്തിന് പൂജ നടത്തുള്ളൂ. ആ ചടങ്ങുകളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ ഒക്കുന്നുണ്ട്. അഭിഷേകം നടത്തുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനൊക്കെ കാണാൻ പറ്റും. ഇതിന് ശേഷമുള്ള ആണ് നമുക്ക് അവിടെ മുടിയുടെ പൂജ നടത്തുന്നത്. ഇത് കഴിഞ്ഞ ശേഷം മുടിയുടെ പൂജ നടത്താറുള്ളൂ. ഈ ശിവലിംഗ പൂജയൊക്കെ എല്ലാ സ്ഥലങ്ങളും നടത്താറില്ല. ദിഗ്ബലി നടത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ശിവലിംഗ പൂജ നടത്താറുള്ളൂ. ഇവിടെ കൊങ്കിലോട്ട് ക്ഷേത്രത്തിൽ നടത്തുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് മുമ്പ് പോലെ വെള്ളായണി ക്ഷേത്രവും കൊങ്കിലോട്ട് ക്ഷേത്രവുമുള്ള ആ ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ബന്ധത്തിലാണ് ഇവിടെ വന്ന് ഈ ശിവലിംഗ പൂജ നടത്തുന്നത്.
ഞാൻ തീവെട്ടി രണ്ട് ബൾബ് പോലത്തെ സാധനത്തിൽ വെച്ചാണ് കത്തിച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലെ തീവെട്ടി പോലത്തെ സാധനമല്ല ഇത്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഇതിൻ്റെ മുടി പൂജ. ഇവിടുത്തെ അവിടെ കൊണ്ടുവച്ച് മുടിയിലിട്ട് നടത്തുന്ന മുടി പൂജയാണിത്. ഇത് തങ്കത്തിരുമുടിയാണ് ഇത് വെള്ളാനിയിലുള്ളത്. അതിൻ്റെ ആ ചടങ്ങ്, മുടി പൂജയുടെ ചടങ്ങുകളുടെ കുറച്ച് ഭാഗം മാത്രം നിങ്ങൾ ഷെയർ ചെയ്യണം. അത്രേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ.
ദാരികനും ഭദ്രകാളിയായിട്ട് ആ ഉള്ള യുദ്ധമാണ്. ദാരികൻ എന്നിട്ട് ദേവി ഇറങ്ങണതാണ്. ആ അപ്പം ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ജനങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കും. കാളി കൂട്ട് കാളിക്ക് ആഹാരം കൊടുക്കണം. ഇതാണ് ഇതിന്റെ കഥ. 4 ദിക്കിലും അന്വേഷിച്ചു, കണ്ടില്ല. 5ാമത് ദിക്കുവലിയില്ല. 4 ദിക്കും കഴിഞ്ഞ് 5ാമത് വീടുകളിൽ. അതാണ് ഇന്നത്തെ ഇവിടെ നടന്നത്. വീടുകളിൽ 4 വർഷത്തിലേക്ക് 3 വർഷത്തിലൊരിക്കൽ 3 വർഷത്തിലേക്കാ മൂന്നിലൊരിക്കൽ. ഇത് മൂന്നാമത്തെ. അടുത്തത് ഇത് കഴിഞ്ഞ് വീടുകൾ, ബാക്കി വീടുകളിൽ വെള്ളയണി അവരെ അമ്മേരെ അയൽവക്കത്തുള്ള വീട്ടിലൊക്കെ പോകും. എത്ര ദിവസത്തേക്ക് അപ്പൊ ഇത്ര ദിവസമല്ലേ വെളിയിൽ ഇറങ്ങത്തുള്ളൂ? 70 ദിവസം വെളിയിൽ കളത്തിലിരിക്കും. ഇറങ്ങി നടക്കും വെളിയില്. ഇതൊക്കെ കോവലിന്ന് വെളി ഇറങ്ങിയ ഇനി മേടപ്പത്തിന് ഇറങ്ങും. മേടമ്പത്ത് അകത്ത് കയറും. ഇനി അടുത്ത് കേള്. പിന്നെ വീണ്ടും 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത് 3 വർഷം. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നോക്കും. എന്നാണ് ശാസ്ത്രം. അത് കഴിഞ്ഞിട്ട് കാണാതെ 10 ദിവസം വ്രതം എടുക്കും. നല്ലൊരു ആഹാരം കഴിക്കാതെ വ്രതം എടുക്കും. എടുത്തുകൊണ്ട് എടുക്കുന്ന ആൾക്കാരോ ഇപ്പോൾ എടുക്കും. ദേവി എടുക്കും. വീടുകളെത്തരി കഴിഞ്ഞിട്ട് മേടം 1-ാം തീയതി തൊട്ട് വ്രതമാണ്. അവിടെ ഇരിക്കും, ഒന്നും പോകില്ല. 9-ാം തീയതി നിലത്തി പോരും. അതിന് പറഞ്ഞു കിട്ടും. ആകാശമാർഗം ഉണ്ടെന്ന് സൂചന കിട്ടിയ ദേവിക്ക്. ദാരിക ആകാശത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 പറഞ്ഞു കിട്ടും. വലുത് ദേവിക്കും ചെറുത് ദാരികനും. അങ്ങനെ കെട്ടി ഏറ്റവും തോറ്റമുണ്ട്. തോറ്റം പാട്ടുണ്ട്. കാളിപ്പാട്ട്. പിന്നെ ഇത്രയും ദിവസം ഉണ്ടോ അവിടെ? അതോ ഒരു ദിവസം തോറ്റമ്പാട്ട്? അതെന്നാ 10 ദിവസം എന്ന് പറഞ്ഞു. 10 ദിവസം ഇരിക്കുന്നതിന് 9ാമത്തെ ദിവസം തോറ്റം പാട്ടും പറഞ്ഞിട്ട് മോളി ഇരുന്നുണ്ട്. മോളി രണ്ട് പറഞ്ഞിട്ട് അപ്പുറം ഇരുന്നുണ്ട്. തോറ്റം പാട്ട് പാടും. ഇതിന്റെ കഥകൾ പറയും. മൂട്ടിലിറങ്ങി വാ, നാളെ നിന്റെ തല കൊയ്യും. അപ്പോൾ ദേവി ആക്ഷേപിക്കും, അടി കൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പാട്ട് പ്രത്യേകം കേൾക്കാൻ നോക്ക്. വന്നാൽ മതി കേട്ടോ, കേൾക്കാം. കോവിൽ പോവാം. അത് കഴിഞ്ഞിട്ട് മൂട്ടിലിറങ്ങി മൂട്ടിലിറങ്ങി യുദ്ധം ചെയ്യും. ദാരികനും ഭദ്രകാളിയും കാണേണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ. യുദ്ധം ചെയ്യും. അത് പറഞ്ഞാണ് അങ്ങനെയല്ല. അതിന് മൂട്ടിയാണ് പറഞ്ഞു കിട്ടിയാണ് മൂട്ടിലിറങ്ങി യുദ്ധം ചെയ്യും. രണ്ട് എത്തിക്കാറുണ്ട്. യുദ്ധം ചെയ്ത് 9ാമത്തെ പോരും 7 പോരുണ്ട്. 7ാമത്തെ പോരിന് ദാരികന്റെ തടിയും വെട്ടിയെടുത്തോണ്ട് ദേവി പോകും. നമുക്ക് വൃത്തിയെ കാണാം. ഇവിടെ അമ്പലത്തിൽ അതിന് 9 ദിവസം 9-ാം തീയതി 10 ദിവസം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആറാട്ട് കുളിപ്പിച്ച ആറാട്ടുകാർ രാത്രി കളങ്കാവലോടും കൂടി 3 വർഷത്തിന്റെ ചടങ്ങ് കഴിയും.
പിന്നെ എന്നിട്ട് വർഷത്തിലൊരിക്കലുണ്ട് അശ്വതിക്ക് വെളിയിറങ്ങും. ഒരു ദിവസം വെള്ളി ഒരു ദിവസം അശ്വതി നാളിന് ഏത് മാസത്തെ? ഇപ്പൊ ഈ അശ്വതി ഇപ്പൊ കഴിഞ്ഞല്ലോ. ഇപ്പൊ കഴിഞ്ഞില്ലേ? ഇവിടെ പൊങ്കാല ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് പൊങ്കാലൊന്നുമില്ല. നമ്മളെ ഈടകാലത്താണ് പൊങ്കാല വന്നത്. ഓലക്കെട്ടെന്ന് പറഞ്ഞ ചരിത്രമാണ് പണ്ട് വെച്ചിട്ടുള്ളത്. നമ്മളെ ഓലക്കെട്ടും വെളി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓല വീട്ടുകളിലും അതുപോലെ ഒരു ശാസ്ത്രം അവിടെ അങ്ങനെയും അവിടെ നടക്കുന്നു. ഇത്രയും കൂടെ അവനെ കൊണ്ട് വിളിച്ച് പറയിക്കാം വരുമെങ്കിൽ കോവില്. ഇല്ല, അന്ന് വരാൻ പ്രയാസമായിരിക്കും. ഏടം 10 എപ്പോഴായിരിക്കും ഇത്? മേടമതിന് രാവിലെയാണ് അകത്ത് കയറുന്നത്. അല്ല ഭദ്രകാളിയും കാര്യങ്ങളും യുദ്ധം കാലത്ത് രാവിലെ 7 മണിക്ക് അത് കഴിഞ്ഞിട്ട് വളയും വൈകുന്നേരം ആറാട്ടും കഴിഞ്ഞ് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് രാത്രി അകത്ത് ഒരിക്കൽ വന്ന് കാണാതെ കാണേണ്ട കാഴ്ച ഒരിക്കൽ കണ്ട പിന്നെ വരും. അത്